People have ideas, skills, and businesses, but they can't clearly express them in a way that attracts attention, builds trust, or opportunities. ഇതാണ് ഇന്നത്തെ കാലത്ത് ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ആൻഡ് ദ സൊല്യൂഷൻ ഈസ് കോണ്ടന്റ് റൈറ്റിംഗ്. ഈ മാസ്റ്റർ ക്ലാസ്സിൽ യു ആർ ഗോയിങ് ടു ലേൺ ഹൗ ടു ടേൺ യുവർ ഐഡിയാസ്, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസസ് ഇൻ ടു ക്ലിയർ കോണ്ടന്റ് ദാറ്റ് അട്രാക്ട്സ് അറ്റൻഷൻ, ബിൽഡ്സ് ട്രസ്റ്റ് ആൻഡ് ക്രിയേറ്റ്സ് ലെവറേജ്. നിങ്ങളൊരു ഫൗണ്ടറാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം കോണ്ടന്റ് എന്തുമാത്രം ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ആൻഡ് എല്ലാ ടൈപ്പ് ഓഫ് കോണ്ടന്റിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കോണ്ടന്റ് റൈറ്റിംഗ് ആണ്. ഇഫ് യു ക്യാൻ മാസ്റ്റർ ദാറ്റ് വൺ സ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസ് വളരെയധികം കൂട്ടാനും നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും സാധിക്കും. ഈ മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ബ്രീഫ് ഞാൻ തരാം. സോ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് എന്തുകൊണ്ട് കോണ്ടന്റ് റൈറ്റിംഗ് ആൻഡ് how content writing started and why it still works. അത് കഴിഞ്ഞ് നമ്മൾ the process of content writing explore ചെയ്യും, the best frameworks you can start using, lastly how to use AI to your advantage. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം there's a lot of AI tools that are available. അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം സ്പെൻഡ് വളരെ കുറയ്ക്കാനും അതുപോലെ തന്നെ വളരെ ക്വാളിറ്റി കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനും സാധിക്കും ഇഫ് യു ഡു ഇറ്റ് റൈറ്റ്ലി. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരു കോണ്ടന്റ് റൈറ്ററായിട്ടാണ്. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ്, ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ഫൗണ്ടറിന് ഒരു കോണ്ടന്റ് റൈറ്ററിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ കോണ്ടന്റിലേക്ക് ഇറങ്ങാനായിട്ട് വളരെ പാടായിരുന്നു. ബിക്കോസ് ഓഫ് ദ ടൈം യു ഹാവ് ടു സ്പെൻഡ് ഓൺ റിസർച്ച് ആൻഡ് ദ സ്കിൽ സെറ്റ് യു നീഡഡ് എസ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ്. സോ ആസ് എ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ എന്ന നിലയ്ക്ക് ഇഫ് യു ക്യാൻ റൈറ്റ് ഗ്രേറ്റ് കണ്ടന്റ്, യു ക്യാൻ സെൽ, ഹയർ, റേസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് വെരി ഈസിലി. ഒരുപാട് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഞാൻ കണ്ടിടത്തോളം അവർ വിചാരിക്കുന്നത് കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ക്യാപ്ഷൻസ് അല്ലെങ്കിൽ ബ്ലോഗാണ് എന്നാണ്. പക്ഷെ അല്ല, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ മെസ്സേജിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് കോണ്ടന്റ് റൈറ്റിംഗ് ആണ്. നിങ്ങൾ എന്ത് മെസ്സേജ് പുഷ് ഔട്ട് ചെയ്താലും അത് കോണ്ടന്റ് ആണ്. സോ ബേസിക്കലി ഇഫ് യു ആർ ഗുഡ് അറ്റ് ഇറ്റ്, അത് നിങ്ങളുടെ ബ്രാൻഡിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ അത് ഒരുപാട് സഹായിക്കും. സോ ഫ്രം എ ബിസിനസ് പെർസ്പെക്റ്റീവ്, കോണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സൈലൻറ്റ് സെയിൽസ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 24/7 ക്ലോസർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അത് നിങ്ങൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫണലിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിനെ എത്തിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. സോ പീപ്പിൾ തിങ്ക് വിത്ത് വേർഡ്സ്. ഇഫ് യു ക്യാൻ കൺട്രോൾ വേർഡ്സ്, യു ക്യാൻ ഇൻഫ്ലുവൻസ് ഡിസിഷൻസ്. നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് എന്താണ് എന്ന് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വ്യക്തമല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തൊന്നും ഒബ്വിയസ്ലി ബൈ ചെയ്യില്ല. കാരണം ഇന്ന് ഓപ്ഷൻസ് വളരെ കൂടുതലാണ്. ഒരുപാട് ബിസിനസ്സുകൾ, ഒരുപാട് ബ്രാൻഡുകൾ കോമ്പീറ്റ് ചെയ്യുന്ന ഈ മാർക്കറ്റിൽ യു ഹാവ് ടു സ്റ്റാൻഡ് ഔട്ട്. ആൻഡ് എല്ലാവരും തന്നെ കോണ്ടന്റ് ചെയ്യുന്നുമുണ്ട്. സോ ഇൻ ഓർഡർ ടു സ്റ്റാൻഡ് ഔട്ട് ഇൻ എ ക്രൗഡഡ് മാർക്കറ്റ്, നിങ്ങളുടെ കോണ്ടന്റ് വളരെ ക്വാളിറ്റി ഉള്ളതും വാല്യൂ ഡ്രിവണും ആണെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് സർവൈവ് ചെയ്യുള്ളൂ. ആൻഡ് ഇറ്റ് ക്യാൻ ഫ്ലറിഷ്. ഇറ്റ് ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് യു ഡിഡ്ന്റ് ആസ്ക് ഫോർ. വെൽ നോൺ ആയിട്ടുള്ള ഏതൊരു ബ്രാൻഡിനും നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവർ കോണ്ടന്റ് റൈറ്റിങ്ങിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്. ആൻഡ് നമ്മുടെ കേരളത്തിൽ അത് വളരെ കുറവാണ് എങ്കിലും ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ പുറത്തുള്ള US മാർക്കറ്റ്സിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കോണ്ടന്റ് റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി അമംഗ് ദ ഫൗണ്ടേഴ്സ്. ത്രൂ കോണ്ടന്റ് റൈറ്റിംഗ് ഒരുപാട് കൊളാബറേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് പാർട്ട്ണർഷിപ്സ് ഒക്കെ ഒക്കർ ചെയ്യുന്നുണ്ട്. ആൻഡ് മെയിൻലി ഇറ്റ് ഹാപ്പൻസ് ഓൺ ട്വിറ്റർ, ലിങ്ക്ഡിൻ, സബ്സ്റ്റാക്ക് ന്യൂസ് ലെറ്റേഴ്സ് ഒക്കെ പോലെ ഒരുപാട് മീഡിയംസ് ഉണ്ട്. കോണ്ടന്റ് റൈറ്റിംഗ് ത്രൂ മാത്രം എത്താൻ പറ്റുന്ന ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്. ഓൾ ദിസ് യു ക്യാൻ ക്രാക്ക് വിത്ത് ദ റൈറ്റ് മൈൻഡ് സെറ്റ്, ടൂൾസ് ആൻഡ് എ ലിറ്റിൽ എഫേർട്ട്. വൺ പോസ്റ്റ് ക്യാൻ റീച്ച് 10 people or 10 lakh people and your effort stays the same. ഇനി why every business and founder needs content writing? സോ ഫോർ ബിസിനസ്സസ്, കോണ്ടന്റ് റൈറ്റിംഗ് നിങ്ങളുടെ ആഡ് ഡിപ്പെൻഡൻസി വളരെയധികം കുറയ്ക്കും. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബിൽഡ് ട്രസ്റ്റ് ഓൺ എ ഹയർ ലെവൽ. അത് നിങ്ങളുടെ സെയിൽസ് കോൾസിന് ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഹെൽപ്പ് ചെയ്യും, കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് എഡ്യൂക്കേറ്റ്സ് കസ്റ്റമേഴ്സ് ബിഫോർ ഒബ്ജെക്ഷൻസ് അറൈവ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിലും, ഇപ്പോൾ ഞാൻ പറയാം ബേസിക്കായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ട്രിമ്മേഴ്സ് എടുക്കാം. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ട്രിമ്മേഴ്സ് ഉണ്ട് അല്ലേ. ഫിലിപ്സ് ഉണ്ട്, പിന്നെ ഐ തിങ്ക് MI ഉണ്ട്. ഞാൻ MI ആണ് യൂസ് ചെയ്യുന്നത്. സോ MI ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി
ട്രിമ്മേഴ്സ് ഉണ്ടല്ലേ. പക്ഷേ ഇപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് ബോംബെ ഷേവിങ് കമ്പനി എന്ന് പറയുന്ന ബ്രാൻഡ്. അവർ വളരെ ന്യൂ ആണ് ഓൺ ദ മാർക്കറ്റ്. ബട്ട് സ്റ്റിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടൻറ്റ്, ഫൗണ്ടർ തന്നെ ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രിമ്മർ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവുമല്ലേ. അതായത് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഏരിയാസിൽ കട്ട്സ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ഓബ്വിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ദേ അഡ്രസ്സ് അവരുടെ കണ്ടൻറ്റ് ത്രൂ അവരത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഐ തിങ്ക് ദേഴ്സ് ബ്ലോഗ്സ് വേർ ദേ ആർ നോട്ട് ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ട്രിമ്മേഴ്സ്. അവരുടെ മാർക്കറ്റ് ട്രിമ്മറിലേക്ക് അവർ ഒതുക്കുന്നില്ല. ആൻഡ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദെയർ കോണ്ടൻറ്റ്. അവർ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആൻഡ് മെൻസ് ഫാഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സോ കോണ്ടൻറ്റ് ക്യാൻ ഹെൽപ്പ് യു ഓൺ എ ലാർജർ സ്കെയിൽ. സോ ഇതൊക്കെയാണ് ബിസിനസ്സുകൾക്കുള്ള ബെനിഫിറ്റ്സ്. നൗ ഫൗണ്ടേഴ്സിന് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, ഫൗണ്ടേഴ്സിനെ കോണ്ടൻറ്റ് റൈറ്റിംഗും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന അവരുടെ പൊസിഷനിങ്ങിലാണ്. കോണ്ടൻറ്റ് റൈറ്റിംഗ് ഹെൽപ്സ് യു പൊസിഷൻ യുവർ സെൽഫ് ആസ് ആൻ എക്സ്പേർട്ട്. നിങ്ങളൊരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് റൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പെർട്ടീസാണ് അവിടെ വ്യക്തമാകുന്നത്. ആൻഡ് ദ മെയിൻ തിങ്, കോണ്ടൻറ്റ് റൈറ്റിംഗ് കൺവേർട്ട്സ് യുവർ ഓഡിയൻസ് ഇൻ ടു കമ്മ്യൂണിറ്റി. നിങ്ങളുടെ ഓഡിയൻസിനെ ഒരു കമ്മ്യൂണിറ്റി ആക്കി മാറ്റാനും പിന്നെ ആ കമ്മ്യൂണിറ്റിയെ നിങ്ങളുടെ ലൈഫ് ലോങ് കസ്റ്റമേഴ്സാക്കി മാറ്റാനും കോണ്ടൻറ്റ് റൈറ്റിംഗ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നൗ വൈ മോസ്റ്റ് പീപ്പിൾ ആൻഡ് ബിസിനസ് കോണ്ടൻറ്റ് സക്സ്? ആൻഡ് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ റൈറ്റിംഗ് പ്രോബ്ലം. ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ അല്ലെങ്കിൽ ആൾക്കാർ കോണ്ടൻറ്റ് റൈറ്റിങ്ങിൽ എവിടെയാണ് ഫെയിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ഡോണ്ട് ഹാവ് എ ക്ലിയർ വേൾഡ് വ്യൂ ഓർ ബ്രാൻഡ് മിഷൻ. ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾ കോണ്ടൻറ്റ് റൈറ്റിങ്ങിൽ എത്രമാത്രം സ്പെൻഡ് ചെയ്താലും ഇറ്റ് വിൽ ബി ഓഫ് നോ യൂസ് ആക്ച്വലി. അതുപോലെ തന്നെ നോ പേഴ്സണൽ ആൻഡ് ബ്രാൻഡ് ഫിലോസഫി, ലിവ്ഡ് എക്സ്പീരിയൻസ് ഉണ്ടാവാതിരിക്കുക. അതുപോലെ തന്നെ ആക്ച്വലി നോട്ട് സ്പെൻഡിങ് ഇനഫ് ടൈം തിങ്കിങ്. ഇതെല്ലാം കോണ്ടൻറ്റ് റൈറ്റിങ്ങിൻ്റെ ബേസാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കോണ്ടൻറ്റിനെ ജനറിക് അല്ലാതെ ആക്കണമെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ്. നമുക്കറിയാം ഇന്ന് AI ഉണ്ട്, എല്ലാവരും ChatGPT, Gemini ഇതെല്ലാം യൂസ് ചെയ്യുന്നതാണ്. സോ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡു ദിസ്, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ക്രാക്ക് ദിസ്, നിങ്ങളുടെ കോണ്ടൻറ്റ് ഒരു ലോഡ് കോണ്ടൻറ്റിൻ്റെ ഇടയ്ക്ക് ബറീഡ് ആവുകയല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല. ആൻഡ് യുവർ കസ്റ്റമേഴ്സ് വോണ്ട് ബി ഏബിൾ ടു റിലേറ്റ് ടു ഇറ്റ്. കോണ്ടൻറ്റ് ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ഹൗ യു ലിവ്, learn and think. If your thinking is messy, your content will obviously be messy. The most simplest structure for beginning writing എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻപുട്ട്, പ്രോസസ്സിങ്, ഔട്ട്പുട്ട്. അതിൽ നിങ്ങളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് റീഡിങ്, നിങ്ങളുടെ വായനാശീലം, അതുപോലെ തന്നെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസുകൾ, ഇതെല്ലാം നിങ്ങളുടെ ഇൻപുട്ടായി മാറ്റുക. പിന്നെ വരുന്നതാണ് നിങ്ങളുടെ തിങ്കിങ്. അതുപോലെ തന്നെ ജേർണലിംഗ് പറ്റുമെങ്കിൽ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് വരുന്ന ഐഡിയാസ്, അതുപോലെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്താൽ മതി. നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ നോട്ട്സ് ആപ്പ് ഉണ്ടല്ലേ, ആ ഫോണിൽ ജസ്റ്റ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ടോ അതുപോലെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുന്ന ഒരു ശീലം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് നിങ്ങളുടെ പ്രോസസ്സിങ്. ഇതിൻ്റെ എല്ലാം ഔട്ട്പുട്ടാണ് നിങ്ങളുടെ കോണ്ടൻറ്റ്. ആൻഡ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടൻറ്റ് റൈറ്റിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ കോണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. നിങ്ങൾ റൈറ്റ് ചെയ്യേണ്ടത് എന്തിനൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ഷുഡ് റൈറ്റ് ടു ലേൺ, റൈറ്റ് ടു ബി സീൻ, റൈറ്റ് ടു ബിൽഡ് ട്രസ്റ്റ്, റൈറ്റ് ടു സെൽ ആൻഡ് റൈറ്റ് ടു ഓൺ IP. IP എന്ന് പറയുമ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇപ്പോൾ നിങ്ങൾ റൈറ്റ് ചെയ്യുന്ന കോണ്ടൻറ്റ് അതൊരു ആർട്ടിക്കിളാവാം, അതൊരു പോസ്റ്റ് ആവാം, അതെന്തും ആവാം, അത് ബുക്സ് ആവാം. ഇപ്പം നമ്മുടെ സൈറ്റിൽ തന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ ദെയർസ് ആൻ ബുക്ക്, അൺകൺവെൻഷണൽ തിങ്കിങ് പ്ലേ ബുക്ക്. അത് നമ്മളുടെ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അതുപോലെ നിങ്ങൾക്ക് ബേസിക്കലി ഇതെല്ലാം ലീഡ് മാഗ്നറ്റ്സ് ആണ്. സോ കോണ്ടൻറ്റ് റൈറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് ലീഡ് മാഗ്നറ്റ്സ് ജനറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. ഇനി നമുക്ക് മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ടിലേക്ക് പോകാം. ഹൗ കോണ്ടൻറ്റ് റൈറ്റിംഗ് സ്റ്റാർട്ടഡ് ആൻഡ് വൈ ഇറ്റ് സ്റ്റിൽ വർക്ക്സ്. സോ കോണ്ടൻറ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അത് സ്റ്റാർട്ട് ചെയ്തത് ഹാൻഡ് റിട്ടൺ സെയിൽസ് ലെറ്റേഴ്സ് ആയിട്ടാണ്. പിന്നെ അതിൽ നിന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ വരെ എത്തി നിൽക്കുന്നു. ആ ഒരു ജേർണിയാണ് നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ വെരി ഷോർട്ട് ആൻഡ് വെരി സിമ്പിൾ. സോ നമ്മൾ ഹാൻഡ് റിട്ടൺ സെയിൽസ് ലെറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇതാണ് കോണ്ടൻറ്റ് റൈറ്റിങ്ങിൻ്റെ തുടക്കം. സോ ഇഫ് യു സീ ദിസ്, ഇതെല്ലാം പഴയ മറ്റേ നോട്ടീസ് വരില്ലേ, അതുപോലെ US വന്നുകൊണ്ടിരുന്നതാണ്. ദ ലേസി മാൻസ് വേ ടു റിച്ചസ്, ദ വാൾ സ്ട്രീറ്റ് ജേർണൽ. സോ ഇതെല്ലാം ബേസിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് കോപ്പി റൈറ്റിംഗ് ആണ്. സോ
കോപ്പി റൈറ്റിങ്ങും കോണ്ടന്റ് റൈറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ഇൻറ്റൻഷൻ ഓഫ് സെല്ലിങ്. നമ്മളൊരു സെയിലിന് വേണ്ടി എന്ത് ബ്രാൻഡ് മെസ്സേജിങ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് എഴുതി കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കലി കോപ്പി റൈറ്റിംഗ് ആണ്. ദ മോട്ടീവ് ഓഫ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഈസ് ഫോർ സെയിൽസ്. അതേസമയം കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടു ബിൽഡ് ട്രസ്റ്റ്. നമ്മൾ പറഞ്ഞ പോലെ അതോറിറ്റി ബിൽഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇറ്റ്സ് ടു ബിൽഡ് എ റിലേഷൻഷിപ്പ് വിത്ത് യുവർ കസ്റ്റമർ. കസ്റ്റമറുമായിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ, അതുപോലെ തന്നെ കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ. കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എപ്പോഴും വാല്യൂ ഡ്രിവൺ ആണ്. ആൻഡ് കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സെയിൽസ് ഡ്രിവൺ ആണ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോ ഈ ഹാൻഡ് റിട്ടൺ സെയിൽസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി കോപ്പി റൈറ്റിംഗ്. ആൻഡ് അത് കഴിഞ്ഞ് വന്നതാണ് ന്യൂസ് പേപ്പേഴ്സ്. 18th 19th ന്യൂസ് പേപ്പേഴ്സ് US അവർ മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആഡ്സിന് വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ദ അമേസിങ് മണി മേക്കിംഗ് സീക്രട്ട് ഓഫ് എ ഡെസ്പറേറ്റ് നെർഡ് ഫ്രം ഒഹായോ. ഇത് ഗാരി ഹാൽബർട്ടാണ്. ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കോപ്പി റൈറ്റിംഗ് ലെജൻസിൽ ഒരാളാണ് പുള്ളിയൊക്കെ. ഹൗ ടു മേക്ക് മണി വിത്ത് യുവർ ക്രെഡിറ്റ് കാർഡ്സ്. പിന്നെ അതിൽ നിന്ന് നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് ബിൽ ബോർഡ്സ്. അത് കഴിഞ്ഞ് എത്തിയതാണ് ബിൽ ബോർഡ്സ്. സോ ഇത് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി ദിസ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ബിൽ ബോർഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ക്രിയേറ്റ് ചെയ്തത് ജാരഡ് ബെല്ലാണ്. 1800s പുള്ളി ഇത് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ബാർണം ആൻഡ് ബെയ്ലി സർക്കസ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഇതായിരുന്നു സ്റ്റാർട്ടിങ് ഓഫ് ബിൽ ബോർഡ്സ്. ഇപ്പോൾ നമുക്കറിയാം എല്ലായിടത്തും ബിൽ ബോർഡ്സ് ഉണ്ടല്ലോ. ആൻഡ് ദെൻ ദർ ഇസ് ബർമ ഷേവ്. അവരും ബിൽ ബോർഡ്സിലെ പൈനിയേഴ്സാണ്. ബിൽ ബോർഡ്സ് കഴിഞ്ഞാണ് ബ്ലോഗ്സ് വന്നത്. സോ ഈ പുള്ളിയാണ് ജസ്റ്റിൻ ഹാൾ. പുള്ളിയാണ് ആദ്യത്തെ ഓൺലൈൻ റൈറ്റർ, അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോഗ് ഇൻ്റർനെറ്റിലെ പുള്ളിയുടെയാണ്. പുള്ളി ഇപ്പോഴും ലൈവാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ ബ്ലോഗ് ഇപ്പോഴും ലൈവാണ്. അതുപോലെ തന്നെ ഹബ്സ്പോട്ട് എന്ന് പറയുന്ന ഒരു CRM മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് ഹബ്സ്പോട്ടിൽ ആക്ച്വലി കോണ്ടന്റ് റൈറ്റിങ്ങിനെ കുറിച്ച്, ഓർഗാനിക് കോണ്ടന്റിനെ കുറിച്ച്, മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് റിസോഴ്സുകളുണ്ട്. നിങ്ങളൊരു ബിസിനസ്സാണ് എങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് ഹബ്സ്പോട്ട് ഒരുപാട് യൂസ് ചെയ്യാം. ഒരുപാട് സർട്ടിഫിക്കേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റിൻ ഹാളിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി റിട്ടൺ ബൈ മൈക്കിൾ ഡീൻ. നിങ്ങൾക്ക് റൈറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ ഇൻട്രീഗ്ഡ് ആണ്, കുറച്ച് നല്ല ആർട്ടിക്കിൾസ് വായിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്കിൾ ഡീനിൻ്റെ ഇതിലേക്ക് പോകാം. മൈക്കിൾ ഡീൻ ആക്ച്വലി എൻ്റെ ഒരു മെൻറ്ററാണ്. ഞാൻ കോണ്ടന്റ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു ടു ബി പാർട്ട് ഓഫ് എ കോഹോട്ട്. ഡേവിഡ് പെരേൽ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ റൈറ്ററുണ്ട്. ഹീസ് ആക്ച്വലി ഹ്യൂജ് ഓൺ ട്വിറ്റർ. പുള്ളിയുടെ ഒരു ഓൺലൈൻ കോഹോട്ട് ഉണ്ടായിരുന്നു, റൈറ്റ് ഓഫ് പാസേജ്. 2023 I was a part of it and Michael Dean was my mentor. സോ പുള്ളിയുടെ എസ്സേ ആർക്കിടെക്ചർ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം. ഇതാണ് പുള്ളിയുടെ സബ്സ്റ്റാക്കിലെ ന്യൂസ് ലെറ്ററാണ് ഇത് ആക്ച്വലി. സോ ഇതിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ റിയലി ഗുഡ് കോണ്ടന്റ്. ലൈക്ക് ഇതൊന്നും ChatGPT ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം മെയിൻലി ഇറ്റ്സ് ഒബ്സർവേഷണൽ ആൻഡ് റിട്ടൺ ത്രൂ ലൈഫ് എക്സ്പീരിയൻസസ്. സോ അത് കഴിഞ്ഞാണ് സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ എത്തിയത്. സോ ഇപ്പോൾ കോണ്ടന്റ് റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ഫേസ്ബുക്കിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് വരെ ഇറ്റ് വാസ് ഹൈലി ഡ്രിവൺ ഓൺ കോണ്ടന്റ് റൈറ്റിംഗ്. ഒരുപാട് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് ആസ് എ കോണ്ടന്റ് റൈറ്റിംഗ് പ്ലാറ്റ്ഫോം ആക്ച്വലി. ട്വിറ്റർ, ലിങ്ക്ഡിൻ ഒക്കെ ഇപ്പോഴും ദേ ആർ ഹൈലി ഓറിയൻറ്റഡ് ഓൺ കോണ്ടന്റ് റൈറ്റിംഗ്. സോ മീഡിയംസ് ചേഞ്ച്ഡ്, ഹ്യൂമൻ സൈക്കോളജി ഡിഡൻറ്റ്. ആക്ച്വലി ഇതൊന്ന് പാരഫ്രൈസ് ചെയ്യാം. മീഡിയംസ് ചേഞ്ച്, ഹ്യൂമൻ സൈക്കോളജി ഡസൻ ചേഞ്ച്. എന്ന് വെച്ചാൽ കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഹ്യൂമൻ സൈക്കോളജിയാണ്. ആൻഡ് ഇറ്റ് ഡസൻ ചേഞ്ച്. അതിൻ്റെ മീഡിയം ചേഞ്ച് ആവും. ഇപ്പോൾ കോണ്ടന്റ് നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് റീൽസ് ആയിട്ടാണ്. ഇറ്റ്സ് ബേസിക്കലി റിട്ടൺ കോണ്ടന്റ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ് വിൽ ഓൾവേസ് ബി ദ ബെസ്റ്റ് റീൽ. ഇനി നമുക്ക് കോണ്ടന്റ് റൈറ്റിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് പോകാം. സോ ക്രിയേറ്റിംഗ് ഗ്രേറ്റ് കോണ്ടന്റ് ഈസ് ലൈക്ക് ബിൽഡിംഗ് എ ഹൗസ്. യു ഡോണ്ട് സ്റ്റാർട്ട് ബൈ പെയിൻറ്റിംഗ് ദ വാൾസ്, you start by understanding the land. The content house framework. ഇതൊരു ഫ്രെയിംവർക്ക് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, കാരണം ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കീപ്പ് ഇൻ മൈൻഡ്.
സോ ദ കോണ്ടന്റ് ഹൗസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് 7 ഫേസ് ആയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഐഡിയ ജനറേഷൻ ഫേസ് ആണ്. ആൻഡ് ഇതിനെ നമുക്ക് സ്റ്റെപ്പ് 1 സർവേ ദ ലാൻഡ് ആൻഡ് ഗ്യാദർ മെറ്റീരിയൽസ് എന്ന് പറയാം. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് എഴുതുന്നതിന് മുമ്പും യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് 3 തിങ്സ്. ആൻഡ് ദ ഫസ്റ്റ് ഈസ് നിങ്ങളുടെ ഓഡിയൻസ്, നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ആൻഡ് ദ ഡിമാൻഡ്. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി അറിയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടന്റ് ടേംസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്, അതുപോലെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇപ്പോൾ എന്തൊക്കെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്, വാട്ട് ക്വസ്റ്റ്യൻസ് ആർ ദേ ഓൾറെഡി ആസ്കിങ്, വാട്ട് കോണ്ടന്റ് ഓൾറെഡി എക്സിസ്റ്റ്. അതായത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്, അവരെന്തൊക്കെ ചോദ്യങ്ങളാണ് ഓൾറെഡി ചോദിക്കുന്നത്, അതുപോലെ എന്തൊക്കെ ഉത്തരങ്ങൾ ആ ചോദ്യത്തിന് കറൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നു. സോ ഇതിൽ ബേസിക്കലി കോമ്പറ്റീറ്റർ അനാലിസിസ് വരുന്നുണ്ട്. നിങ്ങളുടെ കോമ്പറ്റീഷൻ അവരെന്തൊക്കെയാണ് കോണ്ടൻ്റാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം. സോ ഇതിനൊക്കെ ബെസ്റ്റ് സോഴ്സസ് എന്ന് പറയുന്നത് കമൻറ്റ്സ് ആൻഡ് DMs. നിങ്ങൾക്ക് വരുന്ന കമൻറ്റ്സും DMസും ആകാം. അതുപോലെ തന്നെ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന് വരുന്ന കമൻറ്റ്സ് DMസും ആകാം. പിന്നെ അതുപോലെ തന്നെ റെഡിറ്റിലും യൂട്യൂബ് കമൻറ്റ്സിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് എൻക്വയറീസ്, അതുപോലെ അവരുടെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ അവർ പറയുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ തന്നെ ആവണം എന്നില്ല. ഇതെല്ലാം നിങ്ങളുടെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മറ്റ് ബിസിനസ്സുകളെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം. അതുപോലെ തന്നെ കോമ്പറ്റീറ്റർ പോസ്റ്റുകൾ, കസ്റ്റമർ ക്വസ്റ്റ്യൻസ്, അതായത് ഓൾറെഡി നിങ്ങളുടെ ഡാറ്റാബേസിൽ വരുന്ന കസ്റ്റമർ ക്വസ്റ്റ്യൻസ്, പിന്നെ നിങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസ്. കാരണം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. സോ ഈ സ്റ്റേജ് അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറയുന്ന സ്റ്റേജ് മെയിൻലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് യുവർ മാർക്കറ്റ്. നിങ്ങളുടെ മാർക്കറ്റിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ബേസ്. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ്, യുവർ കണ്ടന്റ് വിൽ കൊളാപ്സ് ലൈക്ക് എ വീക്ക് ഫൗണ്ടേഷൻ. ഒരു വീട് നിങ്ങൾ പണിയുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ പോക്കാണെങ്കിൽ പിന്നെ പണിതിട്ട് കാര്യമില്ലല്ലോ. മാക്സിമം ഡീപ്പ് റിസർച്ച് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഇന്നത്തെ കാലത്ത് റിസർച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങളൊരു ബേസിക് കോണ്ടന്റ് റൈറ്ററിനെ ഈ ടാസ്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ChatGPT അല്ലെങ്കിൽ ഏതെങ്കിലും AI, ഗ്രോക്കോ, ജെമിനയോ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് റിസർച്ചും ഐഡിയ ജനറേഷനും ചെയ്യാം. പക്ഷെ അത് മാത്രം പോരാ. അതിൽ നമ്മൾ പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരിക്കലും പ്രോപ്പർ ആവില്ല. അതേസമയം ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് AI യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും എന്തുകൊണ്ടും ഹെൽപ്ഫുള്ള് ഗൂഗിളിൻ്റെ ജെമിനൈ അല്ലെങ്കിൽ നോട്ട്ബുക്ക് എല്ലാം യൂസ് ചെയ്യുന്നതാണ്. കാരണം ഗൂഗിൾ നമുക്കറിയാം, ഗൂഗിളിൻ്റെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരിക്കലും OpenAIക്കോ ChatGPTക്കോ അത്ര ഒരു ഡാറ്റാബേസ് ഇല്ല. അപ്പോൾ ഗൂഗിൾ തരുന്നത് വളരെ കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും. ആൻഡ് ഗൂഗിൾ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഡീപ്പ് റിസർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുക. അതിൽ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടൻ്റ് ആയിരിക്കും ആൻഡ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് വേറൊരു ടൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടന്റ് റൈറ്റിങ്ങിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ആൻസർ ദ പബ്ലിക് ആണ്. ആൻസർ ദ പബ്ലിക് എന്ന് പറയുമ്പോൾ അതിൽ ബേസിക്കായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ എൻക്വയറീസ്, ഇതെല്ലാം വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ആൻസർ ദ പബ്ലിക്. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ദ സെക്കൻഡ് ഫേസ് അത് പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിൽ ബേസിക്കലി യു ആർ ക്രിയേറ്റിംഗ് ദ ബ്ലൂ പ്രിൻറ്റ്. സോ റൈറ്റിങ്ങിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലൂ പ്രിൻ്റാണ് റൈറ്റിങ്ങിലെ ഫ്ലോ, സ്ട്രക്ചർ ആൻഡ് ക്ലാരിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളില്ലാതെ റൈറ്റിംഗ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. ആൻഡ് ഇൻ കോണ്ടന്റ് ടേംസ്, വാട്ട് ഈസ് വൺ ഐഡിയ ഓഫ് ദിസ് പോസ്റ്റ്, വാട്ട് പെയിൻ ആം ഐ അഡ്രസ്സിങ്, വാട്ട് ഷിഫ്റ്റ് ഡു ഐ വാണ്ട് ടു ക്രിയേറ്റ് ആൻഡ് വാട്ട് ആക്ഷൻ ഷുഡ് ദേ ടേക്ക്. ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുവാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എഴുതുവാണ് എങ്കിൽ വാട്ട് ഈസ് വൺ ഐഡിയ ഓഫ് ദിസ് പോസ്റ്റ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പോസ്റ്റിനെ അല്ലെങ്കിൽ ആർട്ടിക്കിളിനെ ഒരു ഐഡിയയിൽ റിവോൾവ് ചെയ്യിപ്പിക്കുക. അധികം ആമച്ചറായിട്ടുള്ള റൈറ്റേഴ്സ് അല്ലെങ്കിൽ മീഡിയോക്കർ റൈറ്റേഴ്സിന് സംഭവിക്കുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ പോസ്റ്റിൽ ഒരുപാട് ഐഡിയാസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഇൻഫർമേഷൻ ഓവർലോഡായിട്ട് ഫീൽ ചെയ്യാം.
ഒരു കോണ്ടൻറ്റിൽ തന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യാനോ സാധിക്കില്ല. അത് മനസ്സിലാക്കുക ആൻഡ് ഡു ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോണ്ടൻറ്റ് ത്രൂ ഒരു പെയിൻ അഡ്രസ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ്, ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആവാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹെയർ പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഹെയർ ഓയിൽ സെല്ല് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് നിങ്ങളെന്ന് വിചാരിച്ചോ. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഹെയർ ഓയിൽസിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് മിനോക്സിഡിൽ. മിനോക്സിഡിൽ യൂസ് ചെയ്ത് ഹെയർ റീഗെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു കോമൺ ബിലീഫാണ്. ഇപ്പോൾ കറൻ്റ്ലി ഇറ്റ്സ് വെരി ട്രെൻഡിങ്. നിങ്ങളൊരു ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഹെയർ കെയർ ബ്രാൻഡാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ റിഡൻസിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, റിഡൻസിൽ എന്ന് പറയുന്ന വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ ഉണ്ടാക്കണം, അല്ലേ, അല്ലെങ്കിൽ ഓഡിയൻസിൽ ഉണ്ടാക്കണം. മിനോക്സിഡിലിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് റിഡൻസിലിനാണ് എന്ന് പറയുന്നതിനേക്കാളും ഐ തിങ്ക് റിഡൻസിലിന് സൈഡ് എഫക്ട്സ് കുറവാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ആർ മേക്കിംഗ് എ ഷിഫ്റ്റ് ഇൻ ദ കസ്റ്റമേഴ്സ് മൈൻഡ്. ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവർ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവും, അല്ലേ, കാരണം യു ആർ പ്രൊവൈഡിങ് മോർ വാല്യൂ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിങ്ങിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. സോ ആ ഷിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾ ഈ പ്ലാനിങ് ഫേസിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വാട്ട് ആക്ഷൻ ഷുഡ് ദേ ടേക്ക് എന്ന് പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഹെയർ ബ്രാൻഡിൻ്റെ എക്സാമ്പിൾ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ഹെയർ കെയർ റുട്ടീൻ വേണം എന്ന് പറയുകയാണെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് ആൻ ആർട്ടിക്കിൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോണ്ടൻറ്റ് അതിൽ ജനറേറ്റ് ചെയ്യാം ആൻഡ് ഗോ ഡീപ്പ് ഓൺ ഇറ്റ്. ആ ഒരു പെയിൻ പോയിൻറ്റിൽ നിങ്ങൾ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് ഡീപ്പായിട്ട് പ്ലാൻ ചെയ്ത് അതിൻ്റെ ആ പ്രോസസ്സിലേക്ക് നമ്മൾ എത്തിക്കണം. ആൻഡ് ഇവിടെയാണ് ഫ്രെയിം വർക്ക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് കുറച്ച് ഫ്രെയിം വർക്ക്സ് എന്ന് പറയുന്നത് ഹുക്ക്, സ്റ്റോറി, ഓഫർ, പെയിൻ, ഇൻസൈറ്റ്, ഷിഫ്റ്റ്, ആക്ഷൻ, അതുപോലെ എയ്ഡ ഒരു കോപ്പി റൈറ്റിംഗ് ഫ്രെയിം വർക്കാണ്. ഡോണ്ട് വറി, നമ്മളിത് കഴിഞ്ഞിട്ട് ഫ്രെയിം വർക്ക്സ് കുറച്ച് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ റൈറ്റിംഗ് ഈസ് ഈസി, തിങ്കിങ് ഈസ് ഹാർഡ്, പ്ലാനിങ് ഈസ് വെയർ തിങ്കിങ് ഹാപ്പൻസ്. ഈ പ്ലാനിങ് ഫേസിലാണ് തിങ്കിങ് സംഭവിക്കുന്നത്. ഇനിയാണ് ദ തേർഡ് ഫേസ്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രെയിം ബിൽഡ് ചെയ്യുന്നത് പോലെയാണ്. സോ അധികം ആൾക്കാരും വിചാരിക്കുന്നത് ഈ ഒരു ഫേസിലാണ് റൈറ്റിംഗ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മെയിൻ വർക്ക് എന്ന് പറയുന്നത് റൈറ്റിംഗ് ഫേസിലാണെന്നാണ്. പക്ഷെ ഒരിക്കലുമല്ല. റൈറ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് ഡംപ് ചെയ്യുന്ന സ്റ്റേജാണിത്. ഈ സ്റ്റേജിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് എന്ന് പറയുന്നത് റൈറ്റ് ഫാസ്റ്റ്, ഡോണ്ട് എഡിറ്റ്. ഇപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള സമയമല്ല, നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഇപ്പം നിങ്ങൾ ശ്രമിക്കേണ്ടത് ക്ലാരിറ്റി വരുത്താനാണ്, നിങ്ങളുടെ ഐഡിയാസിൽ ക്ലാരിറ്റി വരുത്താനാണ്. അല്ലാണ്ട് നിങ്ങളുടെ വേർഡിങ്സ് ബ്യൂട്ടിഫുൾ ആക്കാനോ നിങ്ങളുടെ വൊക്കാബുലറി പ്രസൻറ്റ് ചെയ്യാനോ അതിനൊന്നും ശ്രമിക്കരുത്. ഇറ്റ്സ് ഓൾ അബൌട്ട് റൈറ്റിംഗ് യുവർ ഐഡിയ ഡൗൺ. ആൻഡ് ഇതിന് നമ്മൾ റൈറ്റേഴ്സ് പറയുന്ന ഒരു ഗോൾഡൻ റൂളുണ്ട്, യു കനോട്ട് എഡിറ്റ് എ ബ്ലാങ്ക് പേജ്. അതായത് നിങ്ങൾക്കൊരു ബ്ലാങ്ക് പേജിൽ ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഫേസിൽ നമ്മൾ ചെയ്യുന്നത്. സോ യുവർ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഈസ് നോട്ട് ഫോർ ദ ഓഡിയൻസ്, ഇറ്റ്സ് ഫോർ യുവർ ഓൺ ക്ലാരിറ്റി. ആൻഡ് ഈ ഫേസിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ AI യൂസ് ചെയ്യും. സോ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു ഫേസിൽ നിങ്ങൾ AI യൂസ് ചെയ്യരുത്. നിങ്ങളുടെ മൈൻഡിൽ വരുന്ന തോട്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത റിസർച്ച്, നിങ്ങളുടെ പ്ലാനിങ് ഫേസിൽ നിങ്ങൾ കണ്ടുപിടിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, ഇതെല്ലാം നിങ്ങളുടെ വേർഡ്സിൽ തന്നെ എഴുതുക. ഇനി എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിങ് ഫേസ്. ഈ ഫേസിലാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ ഇൻസ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഈ എഡിറ്റിംഗ് ഫേസിലാണ് നമ്മൾ സേഫ്റ്റി ചെക്ക് നടത്തുന്നത്. അതായത് ഈ ഫേസിൽ നിങ്ങൾക്ക് AI യൂസ് ചെയ്യാം. ഈ ഫേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എഴുതിയത് ക്ലിയർ ആണോ, അതിൽ എന്തൊക്കെ കൺഫ്യൂസിങ് ആയിട്ടുണ്ട്, അതിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ, ഒരു 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിന് നിങ്ങൾ എഴുതിയിരിക്കുന്ന കണ്ടൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ 10 year old. സോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ, ഇസ് ദിസ് ക്ലിയർ, കൺഫ്യൂസിങ്, ക്യാൻ ജസ്റ്റ് ബി മിസ്അണ്ടർസ്റ്റുഡ്, ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് പ്രോംപ്റ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ പ്രോംപ്റ്റുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിങ്ങിനെ AI, വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI യു ക്യാൻ മേക്ക് ഇറ്റ് ബെറ്റർ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡിറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ അൺനെസസറി വേർഡ്സ്, അതുപോലെ സെൻറ്റൻസുകൾ കുറച്ചുകൂടെ ടൈറ്റ് ആക്കുക, പിന്നെ നിങ്ങളുടെ മെയിൻ ഐഡിയ ഷാർപ്പൺ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എഡിറ്റിങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻ.
അതുപോലെ തന്നെ നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫേസിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഗുഡ് റൈറ്റിംഗ് ഈസ് നോട്ട് അബൌട്ട് ആഡിങ് മോർ, ഇറ്റ്സ് അബൌട്ട് റിമൂവിങ് ദ നോയ്സ്. എപ്പോഴും ആൾക്കാർ വിചാരിക്കും ഒത്തിരി എഴുതുന്നതാണ് നല്ലതെന്ന്. അല്ല, എപ്പോഴും നല്ലത് ഏറ്റവും കുറച്ച് ഏറ്റവും വാല്യൂ ആഡ് ചെയ്യുന്ന രീതിയിൽ എഴുതുക എന്നുള്ളത് തന്നെയാണ്. സോ നമ്മൾ റിസർച്ച് ആൻഡ് ഐഡിയ ജനറേഷൻ ഫേസ് കഴിഞ്ഞു, പ്ലാനിങ് ഫേസ് കഴിഞ്ഞു, റൈറ്റിംഗ് ഫേസ് കഴിഞ്ഞു, ഇപ്പോൾ എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ് ഫേസ് കഴിഞ്ഞു, ഇപ്പോൾ തന്നെ പകുതി കഴിഞ്ഞു. ഇനി വരുന്നതാണ് ദ ഒപ്റ്റിമൈസിങ് ഫേസ്. ഈ ഫേസിലാണ് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഫിനിഷിംഗ് ടച്ചുകൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് കൂടുതൽ അട്രാക്റ്റീവ് ആക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹുക്സ് ഷാർപ്പൻഡ് ആക്കണം, പിന്നെ ഹെഡ്ലൈൻസ് ഇമ്പ്രൂവ് ചെയ്യണം, നിങ്ങളുടെ ഫോർമാറ്റിംഗ് ക്ലീൻ ചെയ്യണം, വിഷ്വൽസ് ആഡ് ചെയ്യണം. ഈ 4 കാര്യങ്ങളിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് ഒപ്റ്റിമൈസിങ്. സോ ഹുക്കുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലേ, ഏതൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കാണുന്നത് ഹുക്കാണ്. ഹുക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ദാറ്റ് ഡ്രൈവ്സ് അറ്റൻഷൻ. ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലേ, ഇറ്റ് ഗെറ്റ്സ് യു ഹുക്ക്, ഇറ്റ് അട്രാക്ട്സ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഇതിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഹൗ കോണ്ടന്റ് റൈറ്റിംഗ് സ്റ്റാർട്ടഡ് ആൻഡ് വൈ ഇറ്റ് സ്റ്റിൽ വർക്ക്സ്. അതൊരു ഹുക്കാണ്. ഇതിന് നിങ്ങൾക്ക് എയുടെ ഹെൽപ്പ് യൂസ് ചെയ്യാം. ആൻഡ് ഫോർ റൈറ്റിംഗ് കോണ്ടന്റ് എപ്പോഴും ChatGPT തന്നെയാണ് ഗൂഗിളിനേക്കാളും കുറച്ച് ഒരു പൊടിക്ക് മുകളിൽ നിൽക്കുന്നത് ഫോർ സൊഫിസ്റ്റിക്കേഷൻ. അപ്പോൾ ഈ ഒരു ഫേസിന് ഏറ്റവും നല്ലത് ChatGPT തന്നെയായിരിക്കും. ആൻഡ് ഡോണ്ട് കൺഫ്യൂസ് ഒപ്റ്റിമൈസേഷൻ വിത്ത് റീറൈറ്റിംഗ് എവറിത്തിങ്. ഈ സ്റ്റേജിൽ നമ്മളെല്ലാം റീറൈറ്റ് ചെയ്യുകയല്ല, നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുകയാണ്. നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, അട്രാക്റ്റീവ് ആക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫങ്ഷൻ എന്താണ്, നിങ്ങളുടെ ഈ കോണ്ടന്റ് പീസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് കോൾ ടു ആക്ഷനിലേക്ക് കൊണ്ടുവരിക. ഒപ്റ്റിമൈസേഷനിൽ ഇൻക്ലൂഡ് ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ബെറ്റർ ഓപ്പണിംഗ് ലൈൻസ്, അതായത് നമ്മുടെ ഹുക്കുകൾ, അതുപോലെ തന്നെ സ്പേസിങ്സ്, ഫ്രേസസ്, അനാലജീസ്, പാരബിൾസ്. ഇപ്പോൾ ഫ്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലേ, നമ്മൾ ഇപ്പോൾ ഡോണ്ട് കൺഫ്യൂസ് ഒപ്റ്റിമൈസേഷൻ വിത്ത് റീറൈറ്റിംഗ് എവറിത്തിങ്, അതൊരു ഫ്രേസാണ്. സോ അതുപോലെ അനാലോജി, നമ്മുടെ ഈ ഫ്രെയിം വർക്ക് തന്നെ, ദ കോണ്ടന്റ് ഹൗസ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ഒരു അനാലോജിയാണ്. ആൻഡ് അനാലോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഉപമ. നമുക്കൊരു കാര്യം സിമ്പിളാകാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് അനാലോജി. കോണ്ടന്റ് റൈറ്റിങ്ങിൽ ഇതിനെല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട്, ബിക്കോസ് ഇറ്റ് മേക്സ് യു ലുക്ക് ലൈക്ക് എ പ്രോ. ആൻഡ് പാരബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് സ്റ്റോറി യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റാണ് ഏറ്റവും അധികം പാരബിൾസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. ദ ഗുഡ് സമരിറ്റൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോട്ടജിക്കൽ സൺ, മുടിയനായ പുത്രൻ്റെ കഥ കേട്ടിട്ടില്ലേ, അതെല്ലാം പാരബിൾസാണ്. ഇനിയാണ് ദ നെക്സ്റ്റ് ഫേസ്, വിച്ച് ഈസ് പബ്ലിഷിംഗ് ഫേസ്. നമ്മുടെ വീട് ഇപ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീടിന് അതിലാരും താമസിക്കുന്നവരെ വാല്യൂ ഇല്ല അല്ലേ, അതുപോലെ തന്നെയാണ് കോണ്ടൻറ്റ്. സോ ഒരു പ്ലാറ്റ്ഫോം പിക്ക് ചെയ്യുക, ആ പ്ലാറ്റ്ഫോമിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്ഷൻ ഒരിക്കലും എത്തില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോണ്ടൻറ്റ് ഏറ്റവും നന്നായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഫേസുകളിലൂടെ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ ഡോണ്ട് ഓവർ തിങ്ക്. പിന്നെ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് പബ്ലിഷ് ഇറ്റ്. കോണ്ടൻറ്റ് ദാറ്റ് ഈസ് നോട്ട് പബ്ലിഷ്ഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇത് എല്ലാ റൈറ്റേഴ്സിനും അല്ലെങ്കിൽ എല്ലാ ക്രിയേറ്റേഴ്സിനും, കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളെ കയ്യിലൊരു കോണ്ടൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പബ്ലിഷ് ചെയ്തില്ല, അത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുണ്ട്. സോ ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ഫേസ്. ഇതാണ് നമ്മുടെ അനലൈസിങ് ഫേസ്. ആൻഡ് ഇത് നമ്മൾ വീടിൻ്റെ കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് വാച്ചിങ് ദ നെയ്ബർഹുഡ്. നമ്മുടെ അയൽപക്കത്തെ സാഹചര്യം എന്താണ്, അവരുടെ ഫീഡ്ബാക്ക് എന്താണ്, അവരെങ്ങനെയുള്ളവരാണെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ലേ, അതുപോലെ. സോ ഇവിടെയാണ് ഏറ്റവും അധികം ക്രിയേറ്റേഴ്സ് സ്റ്റോപ്പ് ചെയ്യുന്നത്, പക്ഷേ പ്രൊഫഷണൽസ് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സേവ്സ്, നിങ്ങളുടെ കമൻറ്റ്സ്, DMs, ഷെയർസ്, ആൾക്കാരെന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോണ്ടൻറ്റ് കൂടുതൽ മെച്ചപ്പെടുത്താനും അതുപോലെ പുതിയ കോണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാനും ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ റിസർച്ച് ഫേസിൽ ഈ പറഞ്ഞ കമൻറ്റ്സ്, DMs, ഷെയർസ്, ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇതെല്ലാം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യില്ലേ.
അപ്പോൾ ഇതൊരു സൈക്കിളാണ്. ഈ ലാസ്റ്റ് അനലൈസിങ് ഫേസിൽ നിന്നാണ് നിങ്ങളുടെ നെക്സ്റ്റ് റിസർച്ച് സ്റ്റാർട്ടാവുന്നത്. സോ മെട്രിക്സ് ആർ ഫീഡ്ബാക്ക്, നോട്ട് ജഡ്ജ്മെൻറ്റ്. ആ രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കണം. മെട്രിക്സ് എപ്പോഴും നമുക്ക് ഫീഡ്ബാക്കാണ്. അതിനെ ജഡ്ജ്മെൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല, പക്ഷേ അതിനെ ഫീഡ്ബാക്ക് ആയിട്ട് എടുത്തേ പറ്റൂ. ആൻഡ് അനാലിസിസിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ത്രൂ അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഓഡിയൻസിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എന്തൊക്കെ റെസണേറ്റ് ചെയ്തു, എന്തൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അവരെ എന്തൊക്കെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു. ആൻഡ് ബേസിക്കലി നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് ഈ സ്റ്റേജിലൂടെയാണ്, ഈ ഫേസിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അതാണ് നമ്മുടെ കോണ്ടൻറ്റ് ഹൗസ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് വാസ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് കോണ്ടൻറ്റ്. ഇനി നമുക്ക് കോണ്ടൻറ്റ് റൈറ്റിംഗ് ഫ്രെയിം വർക്ക്സിലേക്ക് വരാം. സോ കോണ്ടൻറ്റ് റൈറ്റിങ്ങിലും കോപ്പി റൈറ്റിങ്ങിലും ഒരുപാട് ഫ്രെയിം വർക്ക്സ് ഉണ്ട്. അതെല്ലാം കൂടി നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് തന്നെ ഒരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ വളരെയധികം ലോങ് ആണ്. സോ ഞാൻ ദ ബെസ്റ്റ് ഫ്രെയിം വർക്ക്സ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള 2-3 സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദോസ്. സോ ഒരു ഫൗണ്ടറിന് അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിന് ഏറ്റവും അധികം ബെനഫിഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ അട്രാക്റ്റീവ് ക്യാരക്ടർ ഫോർമുല. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പീപ്പിൾ ഡോണ്ട് ഫോളോ ബ്രാൻഡ്സ്, ദേ ഫോളോ ക്യാരക്ടേഴ്സ്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ ആ ബ്രാൻഡിൻ്റെ ഫൗണ്ടറിനെ അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ പുറകിലുള്ള ആളെ ഇഷ്ടപ്പെടാറുണ്ടല്ലേ. ആൻഡ് ഇത് തന്നെയാണ് ഈ ഫ്രെയിം വർക്കിൻ്റെ ബേസ് എന്ന് പറയുന്നത്. സോ യുവർ കോണ്ടൻറ്റ് ഈസ് ഇൻ ജസ്റ്റ് ഇൻഫർമേഷൻ, ഇറ്റ്സ് യു പൊസിഷൻഡ് ഇൻറ്റൻഷനലി. നിങ്ങളുടെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് വെറും ഇൻഫർമേഷൻ ആണെങ്കിൽ അത് ബോറിംഗ് ആവും, അത് ജനറിക് ആവും. അതല്ല നമുക്ക് വേണ്ടത്. നിങ്ങളുടെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടർ എന്ന നിലയ്ക്ക് അത് നിങ്ങളായിരിക്കണം, നിങ്ങളുടെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കണം. സോ നിങ്ങളുടെ ബാക്ക് സ്റ്റോറി, ഒരു ഫൗണ്ടർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ബാക്ക് സ്റ്റോറി, നിങ്ങൾ ഫേസ് ചെയ്ത സ്ട്രഗിൾസ്, പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ജനറേറ്റ് ആയ ബിലീഫ്, ആൻഡ് അൾട്ടിമേറ്റ്ലി അതാണ് നിങ്ങളുടെ മിഷനായി മാറിയതല്ലേ. ഈ 4 എലമെൻറ്റ്സ് ആണ് നിങ്ങളുടെ അട്രാക്റ്റീവ് ക്യാരക്ടർ ഫോർമുലയായി മാറുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലോസ് ആണ് നിങ്ങളെ റിലേറ്റബിൾ ആക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൂപ്പർമാനെയും ബാറ്റ്മാനെയും എടുത്ത് നോക്കുകയാണെങ്കിൽ സൂപ്പർമാനേക്കാളും എപ്പോഴും റിലേറ്റബിൾ ബാറ്റ്മാനാണ്. കാരണം ബാറ്റ്മാൻ എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിയാണ്. ആൻഡ് പുള്ളിക്ക് ഒരുപാട് ഫ്ലോസ് ഉണ്ട്. അതേസമയം സൂപ്പർമാന് ഫ്ലോസ് ഒന്നുമില്ല. സൂപ്പർമാൻ ആകെയുള്ള ഫ്ലോ എന്ന് പറയുന്നത് ക്രിപ്റ്റനൈറ്റാണ്. സോ നിങ്ങളുടെ ഫ്ലോസ് ആണ് നിങ്ങളെ കൂടുതൽ റിലേറ്റബിൾ ആക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കോണ്ടൻറ്റ് റൈറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടൻറ്റിലൂടെ നിങ്ങളുടെ ഫ്ലോസ് നിങ്ങൾ എക്സ്പോസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അത് നിങ്ങളെ കൂടുതൽ റിലേറ്റബിൾ ആക്കുകയുള്ളൂ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസുമായിട്ട്. നിങ്ങളുടെ ജേർണി നിങ്ങൾ ഓപ്പൺ ആക്കുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ ബിലീവബിൾ ആവുകയുള്ളൂ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ മുമ്പിൽ. സോ പീപ്പിൾ ഡോണ്ട് ട്രസ്റ്റ് പെർഫെക്റ്റ് പീപ്പിൾ, ദേ ട്രസ്റ്റ് പ്രോഗ്രസിങ് പീപ്പിൾ. എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും വിശ്വസിക്കാറില്ല അല്ലേ. നിങ്ങളും നിങ്ങളുടെ ജേർണിയിൽ പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് കാണുമ്പോഴാണ്, നിങ്ങളുടെ ജേർണിയുടെ ഒരു പാർട്ടാകുമ്പോഴാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് കൂടുതൽ നിങ്ങളുടെ ബ്രാൻഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതും ബ്രാൻഡ് ലോയൽറ്റി കൂടുന്നതും. സോ ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഫോർമുലയാണ് ദി അട്രാക്റ്റീവ് ക്യാരക്ടർ ഫോർമുല. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇത് ജസ്റ്റിൻ വെൽഷിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ഇൻഡി ഹാക്കേഴ്സിൽ വന്ന ഒരു ആർട്ടിക്കിളാണിത്. സർവൈവിങ് സോളോപ്രനർഷിപ്പ് ആൻഡ് ഇൻ്റർവ്യൂ വിത്ത് ജസ്റ്റിൻ വെൽഷ്. സോ ജസ്റ്റിൻ വെൽഷിനെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പുള്ളി ലിങ്ക്ഡിനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളാണ്. ആൻഡ് ഹി ടോക്സ് അബൌട്ട് സോളോപ്രനർഷിപ്പ്. പുള്ളിയുടെ ഈ ആർട്ടിക്കിൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. സോ ഫ്രം പാനിക് അറ്റാക്ക് ടു സോളോപ്രനർഷിപ്പ്. In my previous life, I was an executive at a high-growth startup that I helped build from its first dollar to over $50 million in ARR in 4.5 years. ഈ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ പുള്ളിയുടെ ബാക്ക് സ്റ്റോറിയാണ്. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദാറ്റ് ജേർണി I started burning out pretty heavily. In December of 2018, that all culminated in a massive panic attack. 911 EMTs, the whole shebang. It was at that moment I decided I wanted to live a much more intentional life, focused on doing more of what I liked and less of what I didn't. സോ ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പുള്ളിയുടെ സ്ട്രഗിളുണ്ട്. പുള്ളിയുടെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബേൺ ഔട്ടായി. അതുപോലെ തന്നെ പുള്ളിക്ക് ഒരു മാസീവ് പാനിക് അറ്റാക്ക് വന്നു. ഇതെല്ലാം പുള്ളി ഫേസ് ചെയ്ത സ്ട്രഗിൾസാണ്. ആൻഡ് അടുത്ത സെൻറ്റൻസിൽ
It was at the moment I decided I wanted to live a much more intentional life focused on doing more of what I liked and less of what I didn't. ഇത് പുള്ളിയുടെ ബിലീഫാണ്. The things that have kept me going since then are traction in my business, receiving thousands of DMs, emails and notes from people I have helped, wanting desperately to hold on to this lifestyle. So, people I have helped. ഇതാണ് പുള്ളിയുടെ മിഷൻ, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. സോ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു പാരഗ്രാഫിൽ തന്നെ നമ്മൾ പറഞ്ഞ ഫ്രെയിം വർക്ക്, ദി അട്രാക്റ്റീവ് ക്യാരക്ടർ ഫോർമുല, ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നമുക്ക് കാണാം. ആൻഡ് ഇത് തന്നെയാണ് റെപ്പറ്റേറ്റീവായിട്ട് ഈ കംപ്ലീറ്റ് ആർട്ടിക്കിളിൽ ഫോളോ ചെയ്തിരിക്കുന്ന ഒരു ഫോർമുല. സോ ഇതാണ് ദ അട്രാക്റ്റീവ് ക്യാരക്ടർ ഫോർമുല. നിങ്ങളൊരു ഫൗണ്ടറാണ് അല്ലെങ്കിൽ ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രെയിം വർക്ക്സിൽ ഒരെണ്ണമാണിത്. ഇനി ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ബെസ്റ്റ് ഫ്രെയിം വർക്ക് ഫോർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും നല്ലൊരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഹുക്ക് സ്റ്റോറി ഓഫറാണ്. ഹുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഹുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് ടു സ്റ്റോപ്പ് ദ സ്ക്രോൾ. ആൻഡ് സ്റ്റോറി, നിങ്ങളുടെ സ്റ്റോറി അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടൻറ്റിലൂടെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന സ്റ്റോറി, ആ സ്റ്റോറി ബിലീഫ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദ ഓഫർ, അടുത്തതായിട്ട് നിങ്ങളുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ എന്ത് ചെയ്യണം എന്ന് പറയുന്നതാണ് ദ ഓഫർ. ഈവൻ ഇഫ് യു ആർ നോട്ട് സെല്ലിങ്, എവ്രി പോസ്റ്റ് ഓർ പീസ് ഓഫ് കണ്ടൻറ് ഹാസ് ആൻ ഓഫർ. നിങ്ങൾ സെയിൽസ് ഉദ്ദേശിക്കുന്നില്ലെങ്കിലും എല്ലാ പോസ്റ്റും അല്ലെങ്കിൽ എല്ലാ കോണ്ടൻറ്റിനും ഒരു ഓഫർ ഉണ്ട്. ആൻഡ് അത് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഫ്രെയിം വർക്കിലൂടെ ചെയ്യുന്നത്. മോസ്റ്റ് കണ്ടൻറ് ഫെയിൽസ് ബിക്കോസ് ഓഫ് നോ ഓഫർ. ഓഫർ ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ കോണ്ടൻറ്റുകളും ഫെയിലാവുന്നത്. ഇഫ് യു ഡോണ്ട് ടെൽ പീപ്പിൾ വാട്ട് ടു ഡു നെക്സ്റ്റ് ദേ വിൽ ഡു നത്തിങ്. ഇത് മാർക്കറ്റേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ നമ്മളുടെ ഓഡിയൻസിന് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറിനോട് എന്താണ് അവരടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മോസ്റ്റ് ലൈക്ലി അവരത് ജസ്റ്റ് ആസ് എ റാൻഡം പീസ് ഓഫ് കണ്ടൻറ് കണ്ടിട്ട് വിടും എന്നല്ലാതെ അവരതിലൊരു ആക്ഷനും എടുക്കില്ല. സോ ഈ ഫ്രെയിം വർക്ക് ഏറ്റവും അധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതിന് വേണ്ടിയിട്ട്. ആൻഡ് ഇതിൻ്റെ ഒരു സിമ്പിൾ ഫ്ലോ എന്ന് പറയുന്നത് പോസ്റ്റ്, ഫോളോ, ഇമെയിൽ, പ്രൊഡക്റ്റ്. അതായത് നിങ്ങളൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ പോസ്റ്റിലൂടെ നിങ്ങളെ ഫോളോ ചെയ്യാൻ പറയുന്നു, ആ ഫോളോയിലൂടെ നിങ്ങളുടെ ഇമെയിലിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യുന്നു, പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ബേസിക്, ഈ ഫ്രെയിം വർക്കിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഫ്രെയിം വർക്ക് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴും ഒരാളെ പിക്ക് ചെയ്യുക, നിങ്ങളുടെ കസ്റ്റമറിനെ പിക്ക് ചെയ്യുക. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നതെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ആൻഡ് വാട്ട് പ്രോബ്ലം ഡു ദേ വാണ്ട് സോൾവ് റൈറ്റ് നൗ. നിങ്ങൾ വളരെ ബേസിക്കായിട്ട് ഈ ഫോർമുലേനെ യൂസ് ചെയ്യണം. വെൻ യു ടോക്ക് ടു എവ്രി വൺ നോബഡി ലിസൺസ്. അതുകൊണ്ട് നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത് അത് ആരാണെന്ന് നിങ്ങൾ ആദ്യം തന്നെ ഉറപ്പിക്കുക. ആൻഡ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുക. ആ പെയിൻ പോയിൻറ്റിനെ റിവോൾവ് ചെയ്യുന്ന കോണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുക. ദിസ് ടൈപ്പ് ഓഫ് കോണ്ടൻറ്റിൻ്റെ ഒരു സിമ്പിൾ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യുവർ കോണ്ടൻറ്റ് ഡസൻറ്റ് റിപ്പൽ സം പീപ്പിൾ ഇറ്റ് വോണ്ട് അട്രാക്ട് ദ റൈറ്റ് പീപ്പിൾ. സോ പീപ്പിൾ പ്ലീസിങ് അല്ല നമ്മൾ ഈ കോണ്ടൻറ്റിലൂടെ ചെയ്യുന്നത്. എപ്പോഴും ഒരു ബ്രാൻഡിന് ഒരു കോമൺ എനിമി ഉണ്ടാവുക എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ബ്രാൻഡുകളെല്ലാം ചെയ്യുന്നൊരു കാര്യമാണ്. ആൻഡ് നിങ്ങൾക്കൊരു കോമൺ എനിമി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിങ്ങളെ റാലി ചെയ്ത് നിങ്ങളെ ലോയൽ ഫോളോവേഴ്സായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആൻഡ് ഇതാണ് നമ്മൾ ഈ കോണ്ടൻറ്റിലൂടെ ചെയ്യുന്നത്. ആൻഡ് യുവർ കോണ്ടൻറ്റ് മസ്റ്റ് ഡിസ്ട്രോയ് ഫാൾസ് ബിലീവ്സ്. പീപ്പിൾ ഡോണ്ട് നീഡ് മോർ ഇൻഫർമേഷൻ, ദേ നീഡ് പെർമിഷൻ ടു ബിലീവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇൻഫർമേഷൻ്റെ ആവശ്യത്തെക്കാളും കൂടുതൽ അവർക്ക് ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൽ വിശ്വസിക്കാനുള്ള ഒരു പെർമിഷനാണ് ആവശ്യം. അത് കൊടുക്കുക എന്നുള്ളതാണ് ഈ കോണ്ടൻറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ ജസ്റ്റിൻ വെൽഷിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. സോ ഈ ആർട്ടിക്കിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഹൗ ടു ഗോ വൈറൽ ഓൺ ലിങ്ക്ഡ്ഇൻ ഇൻ 3 steps. ഇത് ഹുക്കാണ്. നിങ്ങൾ ലിങ്ക്ഡ്ഇനിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഹെഡ്ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. കാരണം ഇറ്റ് ഹുക്സ് യു. ആൻഡ് ജസ്റ്റിൻ വെൽഷിൻ്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുള്ളിയുടെ ഓഡിയൻസ് അല്ലെങ്കിൽ പുള്ളിയുടെ കസ്റ്റമർ എന്ന് പറയുന്നത് ലിങ്ക്ഡ്ഇൻ ബേസ്ഡ് ആയിട്ടുള്ളവരാണ്. ആൻഡ് എക്സാക്ട്ലി അത് തന്നെയാണ് പുള്ളി ഇവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഹുക്ക് കഴിഞ്ഞു. ഇനി in this week I'm going to show you a viral LinkedIn post by breaking down the opening to my most successful LinkedIn post of all time.
ഇതിൽ പുള്ളി തന്നെ സ്റ്റാർട്ട് ബൈ തിങ്കിങ് ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് ദ സ്ക്രോൾ എന്ന് പറയുന്ന ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് പുള്ളി തന്നെ ഒരു ഹുക്കിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ 9 to 5 is getting pummeled. The great resignation is growing faster than ever and I love it. Why? സോ ഇതാണ് ഹുക്ക്. ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക്ഡിനിൽ 50,000 ലൈക്സ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ 1,444 കമൻറ്റ്സ്, 1,589 ഷെയർസ്. ഇനി ഇതൊന്ന് നോക്ക്. ഓൺ February 21st, 2022, I sat down to write a LinkedIn post with the sole intention of seeing if I could produce something viral. Not, my goal is never to go viral, but I thought it would be fun to try and see what I learned. ഇതാണ് സ്റ്റോറി. ഇനി നമ്മൾ ഇതിൻ്റെ എൻഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നോട്ട്, if you are interested in growing an audience on LinkedIn, networking with other creators and using the platform to build some extra income, check out my course, The LinkedIn Operating System. Join 30 LinkedIn top voices and 15,500 students who rate it 4.98 out of 5 stars. So ഇതാണ് പുള്ളിയുടെ ഓഫർ, ദ ലിങ്ക്ഡിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതാണ് പുള്ളിയുടെ മെയിൻ കോഴ്സ്. ആൻഡ് ഈ ഓഫർ പുള്ളി ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ ഹുക്ക് സ്റ്റോറി ഓഫർ കംപ്ലീറ്റ് ആയി. ഇനി ഒരു ഫ്രെയിം വർക്ക് കൂടെ നമുക്ക് കാണാം. ഇതും ജസ്റ്റിൻ വെൽഷിൻ്റെ എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഇത് പുള്ളി തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഫ്രെയിം വർക്കാണ്, ദ പാസ്റ്റർ ഫ്രെയിം വർക്ക്. സോ ഈ പോസ്റ്റിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പുള്ളി ആ ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. The secret to writing copy that converts, a 6-step framework. If you have ever struggled to create compelling LinkedIn content, you are not alone. Many creators rely on generic formulas or just wing it. The result is a bunch of content that nobody wants to read. ഇതാണ് പെയിൻ പോയിന്റ്. അതായത് നിങ്ങൾ ലിങ്ക്ഡിനിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ മറ്റ് ക്രിയേറ്റേഴ്സിനെ പോലെ ജനറിക് ആയിട്ടുള്ള ഫോർമുലാസ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിങ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ആർക്കും കാണാൻ ആഗ്രഹമില്ലാത്ത കണ്ടൻറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതാണ് പെയിൻ പോയിന്റ്. അതിനെ പുള്ളി ആദ്യം തന്നെ അഡ്രസ്സ് ചെയ്തു. ദ കോൺസിക്വൻസസ്, വേസ്റ്റഡ് ടൈം, ലോ ഇംപ്രഷൻസ്, പുവർ എൻഗേജ്മെൻറ്റ്, മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്, വാട്ട് എ മെസ്. ആ പ്രോബ്ലത്തെ, ആ പെയിനിനെ പുള്ളി ആംപ്ലിഫൈ ചെയ്തു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. രണ്ടാമത്തെ ആ പെയിനെ ആംപ്ലിഫൈ ചെയ്യുക. താങ്ക്ഫുള്ളി ബാക്ക് ഇൻ ഐ കെയിം അക്രോസ് എ പ്രൂവൺ മെത്തേഡ് ഫോർ ക്രാഫ്റ്റിംഗ് പെർസ്യൂസീവ് ആക്ഷണബിൾ കണ്ടൻറ്റ്. ഇതാണ് സ്റ്റോറി. ഇഫ് യു യൂസ് ഇറ്റ് കറക്റ്റ്ലി യു വിൽ ഗെറ്റ് പീപ്പിൾ ടു സ്റ്റോപ്പ് സ്ക്രോളിംഗ്, സ്റ്റാർട്ട് റീഡിംഗ് ആൻഡ് എൻഗേജ് ലൈക്ക് മാഡ്. ഇതാണ് ട്രാൻസ്ഫർമേഷൻ. In my newsletter tomorrow, I will unveil the Pastor Method, a powerful framework for transforming your copywriting. You'll discover how to tap into your audience's pains, amplify consequences, share stories that build trust, offer transformative solutions, craft clear calls to action. If you are ready to finally level up your copywriting skills and create content that drives real results, then keep an eye on your inbox tomorrow. The insights could be just what you need to take your content to the next level. ഇതാണ് പുള്ളിയുടെ ഓഫർ. അതായത് നാളെ പുള്ളിയുടെ ന്യൂസ് ലെറ്ററിൽ പാസ്റ്റർ ഫ്രെയിംവർക്ക് പുള്ളി റിവീൽ ചെയ്യുമെന്നുള്ളതാണ് പുള്ളിയുടെ ഓഫർ. ആൻഡ് ജോയിൻ ഹിയർ justinwelsh.link റെസ്പോൺസ്. സോ ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിംവർക്കാണ്. അതായത് നിങ്ങൾ ആദ്യം ഒരു പെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ ആ പെയിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, പിന്നെ ഒരു സ്റ്റോറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് സംഭവിക്കാൻ, നിങ്ങളുടെ ഓഡിയൻസിന് സംഭവിക്കാൻ ഇൻഫർമേഷൻ, ആൻഡ് ദെൻ അവർ ഓഫർ, പിന്നെ അവസാനം ദ റെസ്പോൺസ് അല്ലെങ്കിൽ CTA. സോ ഇതാണ് പാസ്റ്റർ ഫ്രെയിംവർക്ക്. നമുക്കിനി നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരാം. ഹൗ ടു യൂസ് AI ടു യുവർ അഡ്വാൻറ്റേജ്. സോ നമുക്കെല്ലാവർക്കും അറിയാം കോണ്ടൻറ് റൈറ്റിങ്ങിൽ അല്ലെങ്കിൽ കോണ്ടൻറ് ക്രിയേഷനിൽ ഇപ്പോൾ AI എന്തുമാത്രം ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിൻ്റെയൊക്കെ എന്തോരം പാർട്ടാണ് എന്നുള്ളത്. ഹൗ ക്യാൻ യു ആക്ച്വലി യൂസ് AI ടു യുവർ അഡ്വാൻറ്റേജ്? കാരണം ഇപ്പോൾ AI കണ്ടൻറ്റിൻ്റെ ഒരു ഓവർഫ്ലോ തന്നെ സംഭവിക്കുന്നുണ്ട്. എവ്രിബഡി ഈസ് യൂസിങ് AI ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് വെരി ജനറിക്. വളരെ ജനറിക് ആയിട്ടുള്ള കോണ്ടൻറ്റാണ് AI ഇപ്പോൾ ജനറേറ്റ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. AIനെ ബീറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി, അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടൻറ്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ, ദ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഈസ് യുവർ ടേസ്റ്റ്. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ടേസ്റ്റാണ് നിങ്ങളുടെ കോണ്ടൻറ്റിനെ യുണീക്ക് ആക്കുന്നത്. സോ ടേസ്റ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ടെംപ്ലേറ്റ്സ്. AI ക്യാൻ റൈറ്റ്, ഫ്രെയിംവർക്ക്സ് ആർ എവരിവെയർ, ടേസ്റ്റ് ഈസ് റെയർ. സോ ടേസ്റ്റ് എങ്ങനെയാണ് ഫോം ആവുന്നത്, അല്ലെങ്കിൽ
വേർ ഡസ് ടേസ്റ്റ് കം ഫ്രം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ടേസ്റ്റ് എപ്പോഴും ബിൽഡ് ആവുന്നത് ഇറ്റ്സ് ത്രൂ കൺസ്യൂമിങ് ഗ്രേറ്റ് വർക്ക്, ബീയിങ് സെലക്റ്റീവ് ആൻഡ് സെയിങ് ദിസ് ഈസ് ബാഡ് ആൻഡ് ദിസ് ഈസ് ഗുഡ്. സിമ്പിളാണ്. പ്രീമിയം ബ്രാൻഡ്സ് അല്ലെങ്കിൽ പ്രീമിയം കോണ്ടൻറ്റ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ദ ഡിഫറൻഷിയേറ്റർ ഈസ് ഓൾവേസ് ടേസ്റ്റ്. ആൻഡ് നമ്മൾ നല്ല കോണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല വർക്കുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ടേസ്റ്റ് ബിൽഡ് ആവുന്നു. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ സെലക്റ്റീവ് ആവണം. നമ്മൾ എന്ത് ജങ്ക് കണ്ടു കഴിഞ്ഞാലും അതെല്ലാം കോണ്ടൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി മീഡിയോക്കർ ആയിട്ടുള്ള റിസൾട്ട്സ് അല്ലെങ്കിൽ മീഡിയോക്കർ ആയിട്ടുള്ള കോണ്ടൻ്റാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുക. സോ അത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മളുടെ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. സോ AI റൈസസ് ദ ഫ്ലോർ, ടേസ്റ്റ് റൈസസ് ദ സീലിംഗ്. ഇനിയുള്ള ജനറേഷൻ അല്ലെങ്കിൽ ഇനിയുള്ള കൺസ്യൂമേഴ്സ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കോണ്ടൻറ്റ് പ്രീമിയം ആയിരിക്കണം, അതിനൊരു സ്റ്റാൻഡേർഡ് വേണം. സോ ദിസ് ഈസ് ഓൺലി പോസിബിൾ ത്രൂ ഡെവലപ്പിംഗ് യുവർ ടേസ്റ്റ്. ഇൻ എ വേൾഡ് വെയർ എവ്രി വൺ ക്യാൻ റൈറ്റ്, ഓൺലി തിങ്കേഴ്സ് വിൽ സ്റ്റാൻഡ് ഔട്ട്. എല്ലാവർക്കും എഴുതാൻ സാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ തിങ്കിങ്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഇത് മാത്രമാണ് നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. സോ നിങ്ങൾ എങ്ങനെ AIനെ യൂസ് ചെയ്യാമെന്ന് പഠിക്കുന്നതിനൊപ്പം തന്നെ എങ്ങനെ AIനെ ഉപയോഗിക്കാതെ ഇരിക്കാം എന്നും കൂടി പഠിക്കണം. യു ഷുഡ് ലേൺ ഹൗ ടു റീഫ്രെയിം AI. AI ഈസ് നോട്ട് എ റൈറ്റർ, AI ഈസ് എ തിങ്കിങ് പാർട്ട്ണർ. അങ്ങനെ ചിന്തിക്കണം. നമ്മളുടെ റിസർച്ചിനും നമ്മളുടെ പ്രൂഫ് റീഡിങ്, എഡിറ്റിംഗ് സ്റ്റേജുകളിലും മാത്രമായി AIനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കണം. ആൻഡ് AIയുടെ ബെസ്റ്റ് യൂസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഐഡിയ എക്സ്പാൻഷൻ, ക്ലാരിറ്റി ഇംപ്രൂവ്മെൻറ്റ്, സ്ട്രക്ചർ റിഫൈൻമെൻറ്റ്, റീപർപ്പസിങ് കണ്ടൻറ്റ്. ഇതിനെല്ലാം AI പുലിയാണ്. ഇതിനെല്ലാം AIനെ യൂസ് ചെയ്യാം. ബട്ട് നിങ്ങളുടെ എൻറ്റയർ റൈറ്റിംഗ് പ്രോസസ്സ് AI വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഐ എം സോറി ടു സേ ദിസ് ബട്ട് യു വിൽ ബിക്കം ഇൻവിസിബിൾ. അതുപോലെ തന്നെ ദ ബെസ്റ്റ് വേയ്സ് ഓഫ് യൂസിങ് AI എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പറഞ്ഞ പോലെ അതെപ്പോഴും നിങ്ങൾ തന്നെയായിരിക്കണം പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങളുടെ യുവർ ഓൺ തോട്ട്സ് ഷുഡ് ഗോ ഇൻ ടു ഇറ്റ്. പിന്നെ കോപ്പി പേസ്റ്റ് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് AI യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ജനറിക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളെല്ലാവരെയും പോലെ തന്നെ സൗണ്ട് ചെയ്യും. സോ ദാറ്റ്സ് ഓൾസോ ബാഡ്. സോ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും AI വെച്ചിട്ട്. ഐ വിൽ ജസ്റ്റ് ആഡ് ഇറ്റ് ടു ദിസ് വൺ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് ടോൺ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ബ്രാൻഡ് ടോൺ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്റ്റിമൈസിങ് ഫേസിൽ നിങ്ങളുടെ ബ്രാൻഡിന് കറക്റ്റ് ഒരു ടോൺ സെറ്റ് ചെയ്യാനും. ആൻഡ് ദ തിങ് അബൌട്ട് ബ്രാൻഡ് ടോൺ ഈസ് വൺ ടൈം നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്കതൊരു പ്രോംപ്റ്റായിട്ട് യൂസ് ചെയ്യാം. ആ പ്രോംപ്റ്റ് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ മെസ്സേജിങ്ങും ആഡ്സും എല്ലാം നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആക്കാം. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് യു ക്യാൻ യൂസ് AI ഫോർ കോണ്ടൻറ്റ് റൈറ്റിംഗ്. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിക്കാം. സോ ഐ വിൽ ഷോ യു ബ്രാൻഡ് ടോൺ വി ഡെവലപ്ഡ്. ഇത് റിവീലിയ എന്ന് പറയുന്ന ബ്രാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത ബ്രാൻഡ് ടോണാണ്. സോ റിവീലിയ ഈസ് ആക്ച്വലി എ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് കിറ്റ് ഇൻ ദ US ആൻഡ് അവർക്ക് അവരുടെ സ്വന്തം പേറ്റൻ്റ് ഉണ്ട്. സോ ചീക്ക് സ്വാപ്പിലൂടെ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഇഫ് യു ഹാവ് ബ്രസ്റ്റ് ക്യാൻസർ ഓർ നോട്ട്. സോ അവർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ബ്രാൻഡ് ടോണാണ്. സോ ഇതിൽ അവരുടെ ഒബ്ജക്റ്റീവ് ഉണ്ട്. നമ്മൾ ബ്രാൻഡ് ടോണിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഹു ആർ വി, വാട്ട് ഡു വി സൗണ്ട് ലൈക്ക്, ദ സയൻറ്റിസ്റ്റ്, ദ ഫ്രണ്ട്, ദ അഡ്വക്കേറ്റ്. സോ ഇതെല്ലാം അവരുടെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തതാണ്. സോ വി ഡിഡ് ദ പാക്കേജിങ് ഫോർ ദം. പക്ഷെ വൺസ് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ്, അവരുടെ ആഡ്സ്, അവരുടെ പാക്കേജിങ്, അങ്ങനെ എല്ലാത്തിലും ഇത് തന്നെയാണ് അവർ യൂസ് ചെയ്യുക. സോ ദ ടോൺ ബേസിക്കലി നമ്മൾ മേരി ക്യൂരിയും ഓപ്ര വിൻഫ്രിയും അവരുടെ രണ്ടുപേരുടെയും ടോൺ കമ്പൈൻ ചെയ്ത് ബിൽഡ് ചെയ്തൊരു ടോണാണിത്. സോ ഇതിൽ ദ വേർഡ്സ് വി യൂസ്, ദ വേർഡ്സ് വി ഡോണ്ട് യൂസ്, അങ്ങനെ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ദിസ് ഈസ് വൺസ് ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ പ്രോംപ്റ്റ്. നിങ്ങൾക്ക് ChatGPTയോ അല്ലെങ്കിൽ ജെമിനിയോ ഇത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെസ്സേജിങ് നിങ്ങൾക്ക് ടോൺ ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് another kick-ass യൂസ് ഓഫ് AI. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ എഡ്ജ് എന്ന് പറയുന്നത് AI പ്ലസ് യുവർ ടേസ്റ്റ്
പ്ലസ് യുവർ എക്സ്പീരിയൻസ്. ഈ 3 എലമെൻസിൻ്റെ കോമ്പിനേഷനാണ് ദ ബെസ്റ്റ് ഔട്ട്പുട്ട്, ദ ബെസ്റ്റ് കോണ്ടൻറ്റ് ആയി മാറുന്നത്. സോ അതാണ് നമ്മുടെ മാസ്റ്റർ ക്ലാസ്. വി ഹാവ് ഫൈനലി കെയിം ടു ആൻ എൻഡ്. ഐ ഹോപ്പ് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക, അല്ലെങ്കിൽ ഞാനിവിടെ എൻ്റെ കലണ്ടറിൽ ലിങ്ക് കൊടുക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് നമുക്ക് ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ വല്ലതും വേണമെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺവെർസേഷൻ നമുക്ക് വേണമെങ്കിലോ ഒക്കെ യു ക്യാൻ ഡു ദാറ്റ്. ഇറ്റ്സ് ഫ്രീ. സോ ഡോണ്ട് മൈൻഡ് ഡൂയിങ് ഇറ്റ്. ബൈ ഗൈസ്.